എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു സായാഹ്നം നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് ആസ്വദിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സ്ത്രീകളുടെ ഉന്നമനത്തിനായി സഭാപിതാക്കന്മാർ 1920 രൂപീകരിച്ച മഹത്തായ ഒരു പ്രസ്ഥാനമാണല്ലോ മർത്തമറിയം വനിതാ സമാജം. ഒരു നൂറ്റാണ്ട് കൊണ്ട് സഭയുടെയും ഇടവകകളുടെയും നെടുന്തൂണായി പ്രവർത്തിച്ചു വരുന്ന ഈ കൂട്ടായ്മയുടെ ശക്തി നമ്മുടെ അമ്മച്ചിമാരുടെയും അമ്മമാരുടെയും സഹോദരിമാരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും അവർ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും തന്നെയാണ്. വളരെ കാലമായി നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു വരുന്ന കുറച്ച് ചേട്ടത്തിമാരെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം നമ്മുടെ സ്വന്തം ആച്ചിയമ്മയെ. ബാലസമാജം മുതൽ മർത്തമറിയം സമാജം വരെയുള്ള എല്ലാ സംഘടനകളിലും പള്ളി കമ്മിറ്റിയിലും സ്ഥിരമായ ഒരു സീറ്റ് ആച്ചിയമ്മ ഉറപ്പിക്കാറുണ്ട്. കൂളിംഗ് ഗ്ലാസ് ആച്ചിയമ്മയുടെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. എവിടെയും എപ്പോഴും അത് മുഖത്തുണ്ടാവും. ഇതൊക്കെ ആച്ചിയമ്മയുടെ അച്ഛൻ യോനാച്ചൻ ഗൾഫിൽ നിന്നും കൊണ്ടുവരുന്ന ബ്രാൻഡഡ് ഗ്ലാസുകളാണ്. വെൽക്കം ആച്ചിയമ്മ ചേർത്തി. അടുത്തതായി വരവേൽക്കുന്നു എക്കാലവും നമ്മുടെ പള്ളി ട്രസ്റ്റിയായി ഭാരിച്ച സേവനം അനുഷ്ഠിച്ചു വരുന്ന റെജി അച്ചായന്റെ പ്രിയപത്നി ദീനാമ. പ്രൊഫസർ ദീനാമ എന്ന് വിളിക്കുന്നതാണ് ഉത്തമം. എവിടെ പോയാലും ആരെയെങ്കിലും ഒരു പാഠം പഠിപ്പിച്ചാലേ ദീനാമ ചേർത്തി അടങ്ങും. എല്ലാ ആഴ്ചയും പള്ളി കഴിഞ്ഞ് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് സംതൃപ്തരാക്കി അയക്കാൻ ദീനാമ ചേർത്തിക്കുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ്. സ്വാഗതം ചെയ്യുന്നു ദീനാമ ചേർത്തിയെ. $5 വെളിയിൽ കിട്ടുന്ന സുക്കിനി $5000 പള്ളിയിൽ ലേലം വിളിക്കാൻ നമ്മുടെ അച്ഛന് എല്ലാവിധ പിന്തുണയും നൽകി അടിക്കടി ലേലത്തിന് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ സപ്ലൈ ചെയ്തു വരുന്ന നമ്മുടെ സ്നേഹനിധിയായ അന്നാമ്മ കൊച്ചമ്മയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഒരു സുക്കീനിയോ പിക്കിൾ കുപ്പിയോ വാടക്കുലയോ അന്നാമ്മ കൊച്ചമ്മ എപ്പോഴും കരുതിയിട്ടുണ്ടാകും. എപ്പോഴാണ് അച്ഛനെ ലേലം വിളിക്കാൻ തോന്നുന്നതെന്ന് അറിയില്ലല്ലോ. വരവേൽക്കുന്നു അന്നാമ്മ കൊച്ചമ്മയെ. പള്ളിയിലായാലും പ്രാർത്ഥനാ യോഗങ്ങളിലായാലും സൂസന്നാമ ചേർത്തിയുടെ കൈവശം ഒരു വേദപുസ്തകം ഉറപ്പായിട്ടുണ്ടാകും. അച്ഛൻ പ്രസംഗം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ സൂസന്നാമ ചേർത്തി കുറിക്കാൻ തുടങ്ങും. അച്ഛൻ പ്രസംഗിച്ചു കഴിഞ്ഞാലും കുറിപ്പ് തീരാറില്ല. അച്ഛന്റെ വേദപുസ്തക സംബന്ധമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സൂസന്നാമ ചേർത്തി ഉള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് മൗനം വിദ്വാനഭൂഷണം എന്ന ഗമയിലിരിക്കാം. സൂസന്നാമ ഇല്ലെങ്കിലോ പലരും ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒന്നൊന്നായി വീഴുന്നത് കാണാം. വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ചേട്ടത്തിമാർ സാധാരണക്കാരൊന്നുമല്ല കേട്ടോ. ഇവർ പാട്ടിൽ പ്രാവീണ്യമുള്ളവരും നമ്മുടെ പള്ളിയിലെ ആസ്ഥാന ഗായകരുമാണ്. ശ്രുതിയും പിച്ചും രാഗങ്ങളും കാറ്റിൽ പാറിച്ച് പള്ളിയിലെ ഗായക സംഘത്തെ അടക്കി വാഴുകയും ദേശത്തെ എക്യൂമിനിക്കൽ കാരളിങ്ങിൽ സെയിന്റ് ജോൺസ് ഹാമിൽട്ടൺ പള്ളിയുടെ യശസ് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഈ ചേട്ടത്തിമാർ എന്ത് ചോദിച്ചാലും പാട്ടിലൂടെ മാത്രമേ ഉത്തരം പറയാറുള്ളൂ. അപ്പോൾ നമുക്ക് ഇവരുടെ കഴിവൊന്ന് കേട്ടറിയാം. ഹായ് ചേട്ടത്തിമാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹല്ലേലൂയ. നമ്മുടെ കുട്ടികളുടെ പാട്ടും ഡാൻസും ഒക്കെ കണ്ടിട്ട് ഈ പാരിഷ് ഡേയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് പറയാമോ? പരിചയ
വന്നിട്ട് ഒരുപാട് കാലമായല്ലോ അല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതം? നമ്മുടെ ഇടവകക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ ഈ ചെറിയ ഇടവക നടത്തിക്കൊണ്ടു പോകാൻ ഭാരപ്പെടുന്ന നമ്മുടെ ഇടവക ഭാരവാഹികളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മുടെ വികാരി അച്ഛനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? താങ്ക് യു ചേട്ടത്തിമാരെ, നിങ്ങളുടെ ഈ പ്രത്യേക കഴിവ് പ്രശംസനീയമാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള വേദികളിൽ മിന്നിത്തിളങ്ങുവാൻ അനേകം അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.